സർവദാ സർവവും നൽകി പോറ്റി വളർത്തി ഞങ്ങളെ രക്ഷിച്ചിടുന്നവനല്ലോ എന്നും നീ ഞങ്ങൾക്കു സർവമാമീശ്വരൻ. ഓരോ പരമാണുവിലും തുടിക്കും നിസ്പന്ദന പൊരുളാണെന്നറിഞ്ഞു മാനസം ആത്മനിർവൃതി പൂകി ജീവിതം പരമപ്രകാശമാകണം. പ്രപഞ്ച സൃഷ്ടി നടത്തിയെന്നും പ്രപഞ്ചനായകനായിരുന്നു നീ. പ്രകൃതി വിനോദമാടിയെന്നും പഞ്ചാത്മകമായതും നീ തന്നെ. കാറ്റും കോളും ഒന്നായിളകി വരും പോലെ ഉള്ളത്തിലെ ആദിവ്യാധികളെ നീക്കുവാൻ നിൻ ചരണം തന്നെ ശരണം. നീ കാണാത്തൊരു കാഴ്ചയുമില്ല, നീ അറിയാത്തൊരു രഹസ്യവുമില്ല. നീ നൽകാതെയൊരു അനുഗ്രഹവുമില്ല, നീ നൽകാതെയൊരു മംഗളവുമില്ല. സർവലോകമായ ബന്ധനമായി മറഞ്ഞിരിക്കുന്നവനാണു നീ. മറനീക്കി പുറത്തു വന്നു പരമണി സായുജ്യം നൽകുന്നവനാണു നീ. അകവും പുറവും തിങ്ങി നിൽക്കും നിന്നാദി മുതലെയുള്ള മഹിമയോടെ എവിടെയെല്ലാം പുകഴ്ത്തും നിന്നാമം. അവിടെയെല്ലാം നിറയും പ്രഭാവം. കടലും തിരയും തീരവും പോലെ കെട്ടിപ്പുണരും
ഇവിടെ ചൊല്ലുന്നത് ഏറ്റു പറയൂ കേട്ടോ. കണ്ണുകൾ അടച്ചുന്നോളൂ. ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം സദ്ഗുരുഭ്യോ നമഃ. നമ്മുടെ ആചാര്യനാൽ വിഭാവനം ചെയ്ത ഈ പ്രാർത്ഥനയിൽ ഇവിടെ നടത്തപ്പെടുന്ന പ്രാർത്ഥനാ സ്ഥലത്തും ഇതിൽ പങ്കെടുക്കുന്നവരുടെ ഭവനങ്ങളിലും സാന്നിധ്യമുള്ള ദോഷകർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാ ആത്മാക്കളെയും ശനി മുതലായ ദേവദേവതകളുടെ ദോഷങ്ങളെയും നാഗസംബന്ധമായ ദോഷങ്ങളെയും പിതൃദോഷങ്ങളെയും നീങ്ങുന്നതിനും ശാന്തി ലഭിക്കുന്നതിനും വേണ്ടി ഈ പ്രാർത്ഥനാവേളയിൽ ഞാൻ ഗുരുനാമത്തിൽ ദൈവ സാന്നിധ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ബ്രഹ്മമുഖത്തിൽ ലയം പ്രാപിക്കും ബ്രഹ്മണമൂർത്തേ ജ്ഞാനഗുരുവേ. പാരിൽ ശിവനായി രൂപമെടുത്ത മംഗളകായ ജ്ഞാനഗുരുവേ. ദിവ്യഗുണങ്ങൾ വിളങ്ങി നിൽക്കും ചൈതന്യമൂർത്തേ ജ്ഞാനഗുരുവേ. ഭക്തർക്കു നിത്യം ശാന്തിയേകാനായി വേദരൂപം പൂണ്ട ജ്ഞാനഗുരുവേ. നിന്നകതാരിൽ ശിവൻ വിളയാടും ഓംകാരമൂർത്തേ ജ്ഞാനഗുരുവേ. ഭക്തരെ സങ്കടം തീർത്തു രക്ഷിക്കും കാരുണ്യമൂർത്തേ ജ്ഞാനഗുരുവേ. ബ്രഹ്മാനന്ദം തുളുമ്പി നിൽക്കും ആനന്ദമൂർത്തേ ജ്ഞാനഗുരുവേ. നിന്നാനന്ദം ഭക്തർക്കു നൽകും ആശ്വാസദായക ജ്ഞാനഗുരുവേ. ബ്രഹ്മമുഖത്തിൽ ലയം പ്രാപിക്കും ബ്രഹ്മണമൂർത്തേ ജ്ഞാനഗുരുവേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. എല്ലാവരും മൂന്നോട്ട് നമസ്കരിച്ചിരിക്കുക കേട്ടോ. ഓം സർവേദം തത്വമസി. ഓം സർവേ
തത്വമസി. ഓം ശാന്തി ശാന്തി ശാന്തി. നമ ശിവായ നമ ശിവായ നമ ശിവായ പാതിമ. ശിവപാദം പൂജിടേണം നമ ശിവായ പാതിമ. നമ ശിവായ നമ ശിവായ നമ ശിവായ പാതിമ. ശിവപാദം പൂജിടേണം നമ ശിവായ പാതിമ. നമ ശിവായ നമ ശിവായ നമ ശിവായ പാതിമ. ശിവപാദം പൂജിടേണം നമ ശിവായ പാതിമ. നമ ശിവായ നമ ശിവായ നമ ശിവായ പാതിമ. ശിവപാദം പൂജിടേണം നമ ശിവായ പാതിമ. നമ ശിവായ നമ ശിവായ നമ ശിവായ പാതിമ. ശിവപാദം പൂജിടേണം നമ ശിവായ പാതിമ. നമ ശിവായ നമ ശിവായ നമ ശിവായ പാതിമ. പൂർണ്ണചിന്തന ഭാവം സദ്ഗുരവേ ഗുരു പാദാരവിന്ദം. ഓം ശാന്തി ശാന്തി ശാന്തി. പരമാത്മാസ്വരൂപനായിരിക്കുന്നതിന് ഗുരുപാദങ്ങൾ ഹൃദയാർപ്പണം. ഗുരുപത്നിക്ക് ഗുരുമാതാവിന്റെ പ്രണാമം. എല്ലാ ഭക്തന്മാർക്കും ഹൃദയം നിറഞ്ഞതിന്റെ പ്രണാമം. നമ്മുടെ ജനുവരിയിലെ ആദ്യത്തെ സർവീശ്വര്യ പ്രാർത്ഥനയാണ് കൊടുങ്ങല്ലൂർ കേന്ദ്രത്തില്. അതുകൊണ്ട് തന്നെ ഇൻ ദ നെയിം ഓഫ് ഗുരു ഐ വിഷ് എവരിബഡി എ പ്രോസ്പെറസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സർവൈശ്വര്യവും ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു വർഷമാവട്ടെ എന്നെന്റെ ഗുരുനാമത്തിൽ എല്ലാവരെയും ആശംസിക്കുകയാണ്. ഗുരുപാദങ്ങളിൽ ആ പ്രാർത്ഥന സമർപ്പിക്കുകയുമാണ്. പിന്നെ ഈ വർഷം ന്യൂ ഇയറിൽ നമ്മുടെ കൊച്ചു കൂട്ടായ്മയ്ക്ക് ഉപരി നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും അല്ലേ, ഭീകരാക്രമണവും അവിടെ നമ്മുടെ യോദ്ധാക്കളുടെ മരണവും, പ്രത്യേകിച്ച് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ മരണം, അതൊക്കെ ഉണ്ട് അല്ലേ. അവരൊക്കെ നമ്മളുടെ ഭാരതത്തിന് വേണ്ടി എത്രയോ നന്മ നിറഞ്ഞ് ആ ദൈവപാദങ്ങളിലേക്ക് അവര് തീവ്രവാദികളെയൊക്കെ ഓടിപ്പിച്ചുകൊണ്ട് ഈ ഭാരതത്തെ എന്താ പറയുക സംരക്ഷിക്കാനായി വീരവൃത്തി പടഞ്ഞവരാണ്. അപ്പൊ നമ്മൾ എല്ലാവരെയും ആലോചിച്ചുകൊണ്ട് അവർക്കൊക്കെ ആ സർവേശ്വര മണ്ഡലത്തിലേക്ക് ലയിച്ച് ശാന്തി കിട്ടുവാൻ ഗുരുനാമത്തിൽ നമുക്ക് ഒരു നിമിഷം അവർക്കൊക്കെ വേണ്ടി ഈ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായ പാരമ്പര്യം നമ്മളുടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും പ്രണാമം. ഈശ്വര സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോഴും അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ നമ്മളുടെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നേരിടുകയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ അകന്നിട്ടുള്ള ഒരു സന്ദർഭം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓക്കെ. ഇവിടെ സിസ്റ്റർ പറഞ്ഞു വളരെ വിശാലമായ കുറേ കാര്യങ്ങൾ. അത് സത്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ എഴുതിയ കൃതികൾ എൻ്റെ ഉള്ളിൽ വന്ന വിഷയങ്ങളാണ് ഞാനിവിടെ ബുക്കുകളായിട്ടൊക്കെ എഴുതിയിരിക്കുന്നത്. അത് എനിക്ക് നന്നായിട്ടറിയാം. സാധാരണക്കാരായ നമ്മൾ അവർക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥങ്ങൾ ഗ്രഹിക്കാനും അത് ഗ്രഹിച്ച് അത്യുന്നതമായ മോക്ഷാവസ്ഥയിലേക്ക് കടന്നു പോകാനും എളുപ്പമല്ല. പക്ഷേ ഞാൻ അറിഞ്ഞത് എഴുതി വയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല.
അപ്പോൾ നേരത്തെ ഗുരുചരണത്തെക്കുറിച്ച് പറഞ്ഞു. അതായത് നേരത്തെ ശിവദർശനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ ആഴത്തിൽ ഉൾക്കൊണ്ട്, കാരണം ഈ വക കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെങ്കിൽ സാധാരണ ഒരാൾ നിന്നാൽ അവിടെ ആത്മാവുണ്ടാവില്ല. ഈ വക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവികമായ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് പരമമായ ഏതെങ്കിലും രീതിയിലൊരു ദൈവ അവബോധം ഉണ്ടായിരിക്കണം. ദൈവാവബോധം ഉള്ളൊരു വ്യക്തി നേതൃത്വം കൊടുത്താൽ മാത്രമേ അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന മാതിരി കൃത്രിമമായിട്ടുള്ള ഒരു കലാ പരിപാടിയായിട്ട് മാറും. അപ്പോൾ ആ ഒരു ദൈവബോധം ഉദിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് ക്രിയാത്മകമാകുമ്പോൾ തൻ്റെ തലം വിട്ടിട്ട് സാധാരണ ജനങ്ങൾ, സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരം എങ്ങനെയാണ് കാണാൻ കഴിയുക എന്ന് വളരെ ആഴത്തിൽ വളരെ നാൾ ചിന്തിച്ചും ബോധ്യപ്പെട്ടും അനുഭവം കൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായം വിഭാവനം ചെയ്യുന്നത്. അവിടെ ആ വിഭാവനം ചെയ്യുന്ന അതിൻ്റെ സങ്കല്പമുള്ള ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. മറിച്ച് അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതവിടെ പ്രകടമാവുക, അതിൻ്റെ അനുഭവം ഉണ്ടാവുക. ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരേ രീതികൾ അല്ലെങ്കിൽ ഒരു രീതി തന്നെ 10 ആൾക്ക് കൊടുത്താൽ ഈ 10 ആൾക്കും അതിൻ്റെ അനുഭവം ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. അതിൽ 2, 3, 4 പേർക്ക് അനുഭവം ഉണ്ടാകുന്നു, മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടാകുന്നില്ല. കാരണം അവർ അത് വേണ്ടുന്ന രീതിയിൽ വിശ്വാസത്തോടു കൂടി ഉൾക്കൊണ്ടിട്ടില്ല. ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ആത്മസാക്ഷാത്കാരത്തിൻ്റെ വശങ്ങളാണ് ഭൂരിഭാഗവും ഞാൻ എഴുതിയിരിക്കുന്ന അതിൽ കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജയോഗം ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ഈ തത്വം ഉൾക്കൊണ്ട് അവർക്ക് അനുഭവസ്ഥരായവർ എവിടെ ചെന്ന് ആ തത്വങ്ങൾ പറയുമ്പോൾ അവരന്തരാത്മാവിൽ ഒരു സ്ഫുരണം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു അനുഭവം ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ അനുഭവമാണ് ഈശ്വര സമർപ്പണമായി അതിൽ എല്ലാം കൊള്ളിച്ചിരിക്കുന്നത്. അത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിലുള്ള ആ ദൈവാംശം പോസിറ്റീവ്, അവിടെ ഒരു എനർജി ഉണ്ടായിരിക്കും. ഇതെനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം, ഇതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഈ കൃതികളെല്ലാം ഇപ്പോൾ പറഞ്ഞു വൈരാഗ്യ തലത്തിൽ വരുന്നവരാണ് യോഗികൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഏതാണ്ടൊക്കെ ആ തലത്തിൽ തന്നെ നിന്ന് പോയിരുന്നത്. അത് എൻ്റെ വ്യക്തിപരമായത്. എനിക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല, പെട്ടെന്ന് പ്രയാസങ്ങളുണ്ടാവും. അതെനിക്ക് കാരണം നേരത്തെ പറഞ്ഞല്ലോ, ആ തലത്തിൽ നിന്നൊക്കെ മാറി സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ സാധാരണ ചെറിയ ചെറിയ വിഷയങ്ങൾ അത് വലിയ അസ്വസ്ഥ ഉണ്ടാകും. പക്ഷേ അതെൻ്റെ മാത്രം കാര്യം. നമ്മളെ ചുറ്റുപറ്റി നിൽക്കുന്ന അവർക്ക് ഈ അതാത് വിധിച്ചിരിക്കുന്ന രീതിയിലുള്ള കുടുംബ ജീവിതങ്ങൾ
ഓരോരുത്തർക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റും. അതിലുണ്ടാകുന്ന വിഷയങ്ങൾക്ക് ആദ്യം ചെറിയ ചെറിയ സമാധാനം ആദ്യം ഉണ്ടാവട്ടെ, എന്നിട്ടുള്ളൂ അപ്പുറം മുക്തിയും മറ്റു ആത്മസാക്ഷാത്കാരം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതാണ്. കാരണം നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ പെട്ടെന്ന് ഒരാൾക്ക് ഒരു മുക്തിയുടെ തലത്തിലേക്ക് തിരിയണമെങ്കിൽ അയാളോട് അനുബന്ധമായി നിൽക്കുന്ന പല ബന്ധങ്ങളും പെട്ടെന്ന് വിച്ഛേദിക്കേണ്ടി വരും. അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് പല ബുദ്ധിമുട്ടുകൾ അയാൾക്ക് മാത്രമല്ല, അയാളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന പല ജീവാത്മാക്കളും പ്രയാസവും. അപ്പോൾ അതിന് പറ്റുന്ന ഒരു രീതിയിലാണ് പ്രാർത്ഥനാത്മകമായ ഒരു ജീവിതം എന്നുള്ള രീതിയിലൂടെ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു രീതി കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഞാൻ പറയുന്നത് പൂർണ്ണമായും വിശ്വസിച്ച് അങ്ങോട്ട് ഉൾക്കൊണ്ടു പോവുക. കാരണം പ്രമാണങ്ങളെല്ലാം പഠിച്ച്, ഇപ്പോൾ ഗീത വായിച്ച് പഠിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം മുഴുവനും മുക്തിയുടെ തലം തന്നെയാണ്. മാത്രമല്ല ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുക്തിയെ കുറിച്ചുള്ള അവബോധം ജനിച്ചുകൊണ്ട് മറ്റുള്ള ജീവിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ആത്മാവിനെ മെല്ലെ 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 ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം മുക്തമാക്കി ഒപ്പം നമ്മളെ ആശ്രയിക്കുന്നവരെ കൈപിടിച്ചുകൊണ്ട് തന്നെ എങ്ങനെ മെല്ലെ 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 ഈശ്വരൻ്റെ പാദങ്ങളിലേക്ക് അടുക്കണം എന്നുള്ള രീതി തന്നെയൊക്കെയാണ് ഗീത എല്ലാ പ്രമാണങ്ങളും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായ വൈരാഗ്യം വന്നവർക്ക് അതിനോടൊന്നും വലിയ സമീപനം ഉണ്ടാവില്ല. പക്ഷെ അത് കൊണ്ട് അവർ വളരെ വിവജ്ഞരും ശിഷ്യന്മാരെല്ലാവരുമാണ്. പക്ഷെ അതവിടെ നിൽക്കട്ടെ, അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരി. പക്ഷെ താഴെ ഒന്ന് ഇറങ്ങി ചിന്തിച്ചാൽ അവിടെ അത് എങ്ങനെ പ്രായോഗികമാക്കാൻ പറ്റും? എല്ലാവരും ഋഷികളും മുക്തികൾക്കും സന്യാസികൾക്കും ആവാൻ പറ്റില്ല. അപ്പം എന്താ നിത്യജീവിതത്തിൻ്റെ പ്രശ്നം എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ 25 കൊല്ലങ്ങളായിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നതിൽ അല്പം കുറച്ച് പേര് മാത്രമേ മുക്തിയെക്കുറിച്ച് പ്രതിപാദിക്കാൻ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ കുടുംബ പ്രശ്നങ്ങളാണ്. അവരെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മക്കളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാര്യനെ ബാധിക്കുന്ന ഏത് നിലയ്ക്കായാലും അവർ തൊഴിൽ മേഖല അവരുടെ ജീവിത പ്രശ്നത്തിൽ അവർക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാതെ അവരുടെ മനസ്സ് വേദനിച്ച് അവർ മറ്റു പല മാർഗങ്ങളിൽ ചെന്ന് ചാടി അങ്ങനെ അസ്വസ്ഥതയുള്ളൊരു ജീവിതം നയിക്കുക എന്നാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു താൽക്കാലികമായ ഒരു അതിൽ നിന്ന് ആ പ്രതിസന്ധിയിൽ നിന്ന് ഒരു മോചനം കൊടുക്കാൻ കഴിയും? അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ കുറേ ഭവനങ്ങൾ, കുറേ വ്യക്തികൾ അവരൊക്കെ വന്നു പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനിയും ആയിരങ്ങളാണ് എൻ്റെ മുന്നിൽ വന്നു പോകേണ്ടത്. പോകുന്നവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. വരുന്നവർക്ക് എന്നും വെളിച്ചം കൊടുക്കുക, എൻ്റെ ധർമ്മം അത്രയേ ഉള്ളൂ. പോയവരെ കുറിച്ച് ഞാൻ ചിന്തിച്ച് സമയം കളയുകയില്ല. അപ്പോൾ അതിൽ അവർക്ക് പലവർക്കും നിത്യമായ ആത്മപ്രകാശവും അവരെ കുടുംബത്തെ അലട്ടുന്ന സൂക്ഷ്മ തലത്തിലുള്ളതും ബാഹ്യതലത്തിലുള്ളതുമായിരിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത നിങ്ങളുടെ പ്രശ്നത്തിന് പിന്നിൽ ഏതെങ്കിലും ഒരു കാരണമുണ്ടോ? ആ കാരണത്തെ ആണ് ഇവിടെ ആദ്യം ദൂരീകരിക്കുന്നത്. അതിനുള്ള സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു പ്രമാണം എടുത്ത് കൈ തന്നിട്ട് ഇതൊക്കെ വായിച്ച് നിങ്ങൾ അതിന് രക്ഷപ്പെടൂ എന്ന് പറയലല്ല ശരി. തൽക്കാലം ആ സമയത്ത് ആ വരുന്ന വ്യക്തിയുടെ മനസ്സിന് അങ്ങനെ ഒരു ശാന്തി, ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. നമുക്ക് എന്താ കഴിയുക? അവിടെയാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ആ ഹൃദയം വേവലാതിപ്പെടുന്നത്. കാരണം എല്ലാ ആത്മാക്കളും പരിശുദ്ധരാണ്. പക്ഷേ കർമ്മ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നാം അറിയാതെ സംഭരിച്ച ഗുണദോഷങ്ങളാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലവർക്കും ഇവിടെ വരുമ്പോൾ
ചിലവർക്ക് ആത്മസാക്ഷികൾ ഉണ്ടാകുന്നുണ്ട്, ചിലർക്ക് പ്രശ്നങ്ങൾ മുഴുവൻ മുക്തമായി പോയി വെളിച്ചത്തിൽ വസിക്കുന്നവരുണ്ട്. അവരൊക്കെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അവർ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി സന്നദ്ധരാകുന്നുണ്ട്. ഈ മെത്തേഡ് വേറൊരു മെത്തേഡാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആത്മശുദ്ധീകരണമാണ് ആത്മജ്ഞാനം കൊടുക്കുന്നവർക്ക് കിട്ടേണ്ടത്. ആത്മശുദ്ധീകരണം, ഹൃദയവിശാലത, പരിവർത്തനം വേണം. ഈ ഹൃദയപരിവർത്തനം വന്നാൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മളുടെയും പ്രയാസമായിട്ട് നമുക്ക് തോന്നും. അപ്പോഴാണ് നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ പങ്കുകൊള്ളാൻ ഒരു വിശാല മനസ്സ് നമുക്ക് ഉണ്ടാവാം. അത് ഇവിടെ വരുമ്പോൾ പലതും സംഭവിക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അല്ലാതെ പ്രത്യേകമായ മറ്റുള്ള പഠനങ്ങളൊന്നും ഇവിടെ ഇല്ല. അധ്യാത്മം വരുന്നത് വേണ്ട, അവിടെ മനസ്സിലാക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഒരമ്മ വന്നു, ആ അമ്മ വരും, അമ്മ വരും, അമ്മനെ ഇല്ല ഈ അമ്മ വരും. അമ്മേൻ്റെ അടുത്ത് വന്നത് അമ്മയ്ക്ക് ഉള്ള ഒരു മകൻ്റെ ഒരു വിഷയം പറയാനാണ്. അമ്മയ്ക്കൊരു മകന് ഒരു വിഷയം അമ്മയ്ക്ക്. ഇപ്പം ഞാൻ ശരിയാണ്, ഞാൻ വേദാന്തിയാണ്, ഞാൻ ആധ്യാത്മികമായിട്ട് ഒക്കെ വലിയ ഒരാളാണ്, സമ്മതിച്ചു. പക്ഷെ അമ്മേൻ്റെ അടുത്ത് വരുന്നത് അതിനല്ല. അമ്മ വന്ന ഒരു വിഷയം അമ്മയ്ക്ക് ഉണ്ടായിട്ട് അനുഭവം എന്ന് പറയും. എനിക്കത് തുടരാനാണ് എനിക്കെന്നുള്ളതാണല്ലോ. അതുകൊണ്ട് മയക്കം കൊടുക്കും, ഓണം കൊടുക്കും. ഞാൻ വന്നത് എൻ്റെ മോൻ്റെ അവസ്ഥയെ പറ്റി പറയാനായിരുന്നു. എൻ്റെ മോൻ എന്ന് വെച്ചാൽ ആരോടും മിണ്ടൂല, ഭക്ഷണം കഴിക്കില്ല, ഒന്നും ഉണ്ടായില്ല. എന്നാലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം 4-5 മാസമായി ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അശോഭ കാരണം ഞാനിവിടെ വരുന്നത്. ഇപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട്. മോൻ നല്ലോണം ഭക്ഷണം കഴിക്കും, 2 നേരം 3 നേരം നല്ലോണം കഴിക്കും ഭക്ഷണം. പിന്നെ നാമം ചൊല്ലില്ല, 4 എണീക്കും. എന്നോടൊപ്പം അവനെ എണീക്കും 4 അവൻ എന്നെ പോലെ തന്നെ കയ്യും കാലും കഴുകി വിളക്ക് വെച്ച് നാമം ചൊല്ലും. ഒരുപാട് മാറ്റമുണ്ട്. ഇനി ആ ഒരു ഇരിപ്പും കൂടി അവന് മാറാനുള്ളൂ. ആ ഒരു ഇരിപ്പും കൂടി മാറിക്കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു മോനായി. അപ്പോൾ ശരി ഇത് പറയണം. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് സൂചിപ്പിച്ചത്, ഈ അമ്മ ഇവിടെ വന്ന് തൻ്റെ മകനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, അതൊക്കെ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ദോഷമാണ്. എനിക്കതിലൊന്നും കൈയെടുക്കാൻ പറ്റില്ല. ഞാൻ വലിയ ജ്ഞാനിയാണ്, ഞാൻ വലിയ യോഗിയാണ്, ഇതൊന്നും ഞാനിവിടെ എടുക്കില്ല. ഈ വിഷയമൊന്നും എൻ്റെ വിഷയമല്ല. നിങ്ങൾ പോയി ഉപയോഗിച്ച് വായിക്കുക. ഗീത വായിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ത്രിയുഗത്തെക്കുറിച്ച് അറിയോ? ഇല്ല. ദ്വൈതയുഗത്തെക്കുറിച്ച് അറിയോ? അറിയില്ല. ശരി. നിങ്ങൾക്ക് വേദാന്തം അറിയോ? അറിയില്ല. നിങ്ങൾ തപസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അവിടെ വിവരം ഉള്ളതായിട്ട് മാറുന്നത്? ഇല്ല. ആ അമ്മയുടെ ആഗ്രഹം എന്താ? പാവം ആ മകനോട് ചിരിച്ചു കാണാനും അവൻ്റെ മനസ്സിൻ്റെ കെട്ടുകളൊക്കെ പോയി ആഹാരം കഴിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ. ആ അമ്മ ആനന്ദത്തിലാണ്. ഞാൻ ഒരിക്കലും മുക്തിയെക്കുറിച്ചൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു വരി പോലും ഞാൻ അവർ ചിരിച്ചിട്ടില്ല. ഞാൻ അവർ ഒന്നാകെ ചെയ്ത് തിരിച്ച് വന്നപ്പോൾ. അപ്പോൾ അമ്മയുടെ സന്തോഷം. ഇനി അമ്മ ചിന്തിക്കട്ടെ. പിന്നീട് മെല്ലെ ഇവിടുത്തെ നമ്മുടെ തത്വങ്ങളും അതിൻ്റെ ഉയർന്ന തലങ്ങളും മെല്ലെ അമ്മ അത് മനസ്സിലാക്കുകയാണെങ്കിൽ ആ അമ്മ കുടുംബത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായി മാറും. അവർക്ക് മോശം പോലും കിട്ടും. വേണമെങ്കിൽ നമ്മുടെ ആവശ്യമാണ്. പക്ഷേ അവർ ചീത്തയാണോ? താന്നവരാണോ? അവർ വീടില്ലാത്തവരാണോ? കൊള്ളാത്തവരാണോ? അവർ തള്ളിക്കളഞ്ഞിട്ടാണോ? അല്ല. ഇവിടെ നമ്മൾ ഇവിടെ ഒരു പ്രസക്തി കാണുന്നില്ല. അതല്ലാതെ ഇതാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നന്നൻജിയുണ്ട്. നന്നൻജി നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതനുസരിച്ച്
പല കെട്ടുകളും പല നിങ്ങളുടെ സൂക്ഷ്മത്തിൽ നിങ്ങളറിയാതെ പല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങളോട് പറയും. അപ്പോൾ അത് വിട്ടു പോകുമ്പോൾ അവരതിൽ സന്തുഷ്ടരല്ലേ? ഇവിടെ രോഗശാന്തി അവർ നിർണ്ണയിക്കുമ്പോൾ, ഇവിടെ രോഗശാന്തി ദിവസമാണ് പ്രാർത്ഥന ഇരിക്കുമ്പോൾ അവരെ പിടിപെട്ടിരിക്കുന്ന രോഗങ്ങൾ അതിനൊക്കെ ശമനമാണ് പൂർണ്ണമായിട്ട് മാറുക എന്നെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ ആധ്യാത്മികതയുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ രാജയോഗം വളരെ ഉന്നതമായ പരിപാവനമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലെത്തിയവർക്ക് താഴെയുള്ള പല ആത്മാക്കൾക്കും സമാധാന ശാന്തി കൊടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിവർത്തനം വന്നാൽ പിന്നെ ഒരു വേദമൊന്നും വേണ്ട. കാരണം നിങ്ങൾ വേദ പൊരുളായി. അവിടെ മനസ്സിലാക്കണ്ടേ, നിങ്ങളുടെ മുന്നിൽ പ്രമാണങ്ങളല്ല, നിങ്ങൾ പ്രമാണത്തിൻ്റെ സാരമായി നിങ്ങളുടെ ഹൃദയം പരിവർത്തനം കൊണ്ടു. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും പലവിധ അവരുടെ പ്രശ്നങ്ങൾക്ക് ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ കൊടുത്ത് ശാന്തി കൊടുക്കാൻ കഴിയും. അതിന് വേറെ ഇടമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയണം ആ വരി വായിച്ച ആ 4 വരി നേരത്തെ കുറച്ചിരുന്നത് ഇത് പറയുന്നത് ശിവയോഗം ജീവഗഗനജയ പരമമുക്തം ജന്മാന്തരാർജിത ഭവസുഹൃതം മൃത്യുഞ്ജയാനന്ദാമൃതം സർവമംഗളചരണപാദാംബുജം. യോഗം യോഗീന്ദ്ര നിർവാണ സ്കന്ധം. പൂർണ്ണമായും ആത്മാവ് പരിശുദ്ധി പ്രാപിച്ചു കഴിഞ്ഞാൽ, അത് പ്രാപിക്കാന്ന് പറഞ്ഞാൽ അനുഭവിച്ച് അറിയേണ്ട വിഷയമാണ്. പിന്നീട് അതിൽ ഒരു കാരണവശാലും മാലിന്യം വന്നുപെടില്ല. ജന്മാന്തരങ്ങളായി നിങ്ങൾ പിന്നിട്ടിരിക്കുന്ന സർവ സംസ്കാരങ്ങളും കരിഞ്ഞുപോയി ആത്മാവ് മാത്രം പ്രകാശിക്കുകയായി ആ അവസ്ഥയിലിരുന്ന് അനുഭവിക്കുന്ന സ്ഥായിയായ ഒരു ശാന്തിയോടുകൂടിയുള്ള പരമമായൊരു ആനന്ദം സദാ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. അതാണ് യോഗം യോഗീന്ദ്ര നിർവാണ സ്കന്ധം. സ്കന്ധം എന്ന് പറഞ്ഞാൽ ശരീരം. ആ അവസ്ഥയിൽ ഇപ്പോൾ ഞാൻ കൂടുതലിരിക്കുക, ഞാൻ ഇപ്പോൾ വീട്ടിലൊക്കെ ചെന്നാൽ കൂടുതൽ നേരം കണ്ണടച്ചിരിക്കുക. അവരവരെ പണിയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ അജിത കുട്ടികളെ നോക്കുന്നുണ്ടാവും, നായ്ക്കളെ നോക്കുന്നുണ്ടാവും, അടിക്കുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും. ഞാനവിടെ ഇരിക്കുന്നുണ്ടാവും, കണ്ണടച്ചിരിക്കുന്നുണ്ടാവും. അതിൽ എനിക്കൊരു നഷ്ടമില്ല. അവനോട് ചെയ്തോട്ടെ. എൻ്റെ ശരീരം എടുത്തല്ലല്ലോ അവർ ചെയ്യുന്നത്. അവരുടെ ശരീരമല്ലേ ആ കാര്യങ്ങൾക്ക്. എനിക്ക് ശരീരമില്ല, അവർക്കറിയാം. സ്കന്ധം. അപ്പോൾ അവിടെ ഇരിക്കുന്ന അത്ര മണിക്കൂറുകൾ ആരുടെ ശല്യമില്ലാതെ ഇരിക്കാൻ കഴിയുന്നത് അത് നിർവ്വാണത്തിലാണ്. എനിക്കിരിക്കാൻ പറ്റില്ല. എനിക്ക് സിനിമയിൽ പോകാനോ അവിടെ പോകാനോ പരിദോഷം പറയാനോ വേറൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ലേ തോന്നാം ഇല്ല. അതെൻ്റെ വ്യക്തിപരമാണ്. അത് മറ്റുള്ളവർ ബോധ്യപ്പെടുത്താൻ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന ഊർജം ഞാനിവിടെ എന്ത് ചെയ്യണം അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാം. അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾക്ക് തരുന്ന അറിവുകൾ. അല്ലാതെ ഞാൻ വേറെ സ്ഥലത്ത് പോയി പഠിച്ചിട്ടൊന്നുമില്ല, പഠിച്ചൊന്നും വരുന്നില്ല. പക്ഷെ വേദങ്ങളിലുള്ളതാണ് പ്രായോഗികമാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ സർവ സംസ്കാരങ്ങളും നീങ്ങിയതിന് ശേഷം മാത്രമേ നിർമ്മലമാവുള്ളൂ, നിർവ്വാണബോധത്തിലെത്തുള്ളൂ. ബോധം സദാ ആത്മാവിനെ ഇങ്ങനെ നിർഗമിച്ചുകൊണ്ടിരിക്കണം. അതൊരവസ്ഥയാണ് എന്നാണ് പറയുന്നത്. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് ഇങ്ങനെ എന്ത് ക്രിയകൾ ചെയ്താലും ആത്മാവിൽ നിങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എപ്പോഴും ആ പരിപാവനമായ അവസ്ഥയാണ്. അത് പെട്ടെന്നൊരാൾക്ക് പ്രാപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാപിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രാപിച്ചതാണ്, നിങ്ങൾ കൊള്ളാത്തവർ ഞാൻ നല്ലവരാണെന്ന് പറഞ്ഞത് ശരിയാണോ? അപ്പോൾ ഏറ്റവും വലിയ വിദ്യയായി. എൻ്റെ മാതിരി ഒരു വൃത്തിയൊരു മനുഷ്യൻ പിന്നെ ഈ ഭൂലോകത്തുണ്ടാവില്ല. മറ്റുള്ളവരെ നിഷേധിച്ചും തള്ളിയും പറഞ്ഞുകൊണ്ട് ഞാൻ വലിയവരാണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റെ മുഖം നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ നിമിഷങ്ങളിൽ ഞാൻ ആരും ശല്യം ചെയ്യുന്നില്ല. അവരെടുത്തിരുന്ന സുരക്ഷിതമാണല്ലോ, എങ്ങും പോണില്ലല്ലോ അവിടെ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സമയം വേറെ എങ്ങും പോക്കിയില്ല. നിങ്ങളിപ്പോഴുള്ള ചില ആളായിട്ട് മാത്രമേ എനിക്ക് ബന്ധങ്ങളും കണക്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ അയൽവാസികളാവട്ടെ ഒരു സംഭവമില്ല. ഇതന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റാണ്ട് എൻ്റെ മിത്രങ്ങളും എൻ്റെ ചുറ്റുപാടുള്ളവർ എന്നെ പരിഹസിക്കുന്നത്. കാരണം എന്നെ കിട്ടുന്ന ഞാൻ എങ്ങും
ചെല്ലണ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവന് വട്ടാണ്, ഇവന് ഭ്രാന്താ. ഇവനെ അന്വേഷിച്ചോടെ കുറേ ആൾ വരുന്നുണ്ട്. അതാ അവന് വേറെ ബന്ധമില്ല എന്നറിയാം. അത് കൊണ്ട് കാര്യമില്ല, പറ്റില്ല. അത് കാരണം അങ്ങനെയാണ്. അത് എല്ലാവരും അങ്ങനെ ആയി പറ്റുമോ? എല്ലാവരും അങ്ങനെ ആയി പറ്റില്ല. അപ്പോൾ ദൈവം അനുഗ്രഹം കൊണ്ട് ആർക്കെങ്കിലും ആ ഒരു വെളിച്ചം കിട്ടിയാൽ അത് പരമാവധി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. ആ മനസ്സുണ്ടായാൽ മതി. അപ്പോൾ അതവിടെ എല്ലാം പൂർണ്ണമാവും. ഇല്ലെങ്കിൽ പൂർണ്ണമാവില്ല. അപ്പോൾ മറിച്ച് ഞാൻ ഗ്രന്ഥങ്ങളുടെ പിന്നാലൊന്നും പോകുന്നില്ല, ഞാൻ വലിയ വലിയ വിദ്യാശാല ഇതിലൊന്നും പോയി പഠിക്കുന്നില്ല. അപ്പോൾ എന്താ ഞാൻ ധരിക്കുക? ഇവിടെ എന്താ പറയുന്നത്? പൂർണ്ണമായ സംസ്കാരം. നീ അറിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ആത്മാവിൽ നിന്ന് വിട്ടുപോകണം. അപ്പോൾ മാത്രമേ ആത്മാവ് ഉണരുള്ളൂ. ആ ഉണർന്ന ആത്മാവാണ് സദാ ആയിട്ട് നിർവ്വഹണത്തിൽ ഇരിക്കുക. പിന്നെ അപ്പോൾ എന്താ അർത്ഥം? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന എല്ലാ സംസ്കാരം പോകണം. മനസ്സിലായോ? അപ്പോൾ മറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് വയ്ക്കുമ്പോൾ, പഠിച്ചോട്ടെ, പഠിക്കണം, ഞാൻ അതുകൊണ്ടിട്ടാണല്ലോ നമ്മൾ കുട്ടികളൊക്കെ പഠിപ്പിക്കാം. ശരി, ഞാൻ ഇവിടെ പറയുന്നത് യോഗികളുടെ കാര്യമാണ്. ഒരു റീകണ്ടീഷൻ, ആത്മാവിൻ്റെ പരിവർത്തനം വന്ന അവിടെ ഇതൊന്നും പാടില്ല. പൂർണ്ണമായിട്ടും പരിപാവനമായൊരു ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. അല്ലെങ്കിൽ അഹങ്കാരം വരും. ഞാനത് പഠിച്ചു, ഞാനിത് പഠിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്താ ഇരിക്കണേ? നിങ്ങളൊക്കെ എൻ്റെ താഴ്ന്ന ആൾ സമ്മതിച്ചു. ഞാൻ വലിയ പഠിത്തമുള്ള ആളാണ് അല്ലേ? ഞാൻ ഒരുപാട് സംഭവങ്ങൾ പഠിച്ച് വലിയവനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അഹങ്കാരം എൻ്റെ ഉള്ളിൽ വരില്ലേ? അപ്പോൾ അറിവ് കൂടിയാലും അത് അഹങ്കാരമായിട്ട് ഭവിക്കുമെന്നാണ് പറയണത്. അതിനതീതമാകണം. നമ്മളൊന്നുമല്ല. ആ അവസ്ഥയാണ് നിർവ്വാണാവസ്ഥ. മനസ്സിലായില്ലേ? നമ്മൊന്നുമല്ല, ശരീരമല്ല, ഒന്നുമല്ലാത്ത ഒരു പമ്പര വിഡ്ഢി, ഒരു മൂഢൻ, ഒന്നും അറിയാത്ത ഒരാൾ. ആ ഒരു മാനസിക അവസ്ഥ ആണ് വാസ്തവം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പരിവർത്തനം വന്ന മനസ്സിൻ്റെ ഉടമ എന്നെനിക്ക് തോന്നിപ്പോകും. അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഈ മറ്റുള്ള സംഭവങ്ങൾ വിരസത അനുഭവപ്പെടും. കാരണം അതൊക്കെ പോയതിന് ശേഷമാണ് അയാൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വിരസത വരുള്ളൂ. അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു ബുക്ക് കൊണ്ടുവന്നു നമ്മുടെ സിന്ധു സിസ്റ്റർ. അപ്പോൾ അത് ഒരു സന്യാസി എഴുതിയ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ബുദ്ധ സന്യാസി എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹം അതിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ ഏകത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ നാനത്വത്തെ വെറുക്കാം. ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, മറ്റൊന്നും എനിക്ക് ബാധകമല്ല, അതൊന്നും ശരിയല്ല എന്ന് പറയുന്നു. അത് ശരിയല്ല എന്ന് അദ്ദേഹം അത് സൂചിപ്പിക്കാറുണ്ട്. അതേപോലെ എല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതെല്ലാം അതിൻ്റെ അലകളാണ്. ചൂട്, തീ, ചൂട്, പുക, ചാരം, അതേപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പെട്ടെന്നൊന്നും കഴിയില്ല. മനസ്സിലാക്കിയാൽ തന്നെ ജീവിതത്തിൽ പകർത്താമെന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വേറെയാണ്. ഇപ്പോഴല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ഒരു സർവശക്തി, അല്ലെങ്കിൽ ഒരു ദൈവം, അല്ലെങ്കിൽ ഒരു സത്ത, ഏതോ ഒരു മഹസ്, അതിൻ്റെയൊക്കെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അവനെയാണ് നമ്മളിവിടെ പ്രണമിക്കുന്നത്. അവനാണ് എല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സുഖവും ദുഃഖവും ജന്മവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തിയുണ്ട്. അവനെയാണ് നമ്മളിവിടെ പ്രണമിക്കുന്നത്. അവൻ്റെ മുന്നിലാണ് നമ്മളിവിടെ കൂടുന്നത്, അവൻ്റെ മുന്നിലാണ് നമസ്കരിക്കുന്നത്, അവൻ്റെ മുന്നിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ജാതിഭേദ വർഗഭേദമെന്ന് ലിംഗഭേദമെന്നെ സർവചരാചരങ്ങളിൽ ഉണ്മയുടെ രൂപത്തിൽ, സത്യൻ്റെ രൂപത്തിൽ ആ ദൈവാവബോധം, ചൈതന്യം, ആ മഹാശക്തി കുടിയിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സങ്കല്പത്തിലാണ് നമ്മൾ കുമ്പിടുന്നത്. ഓം സർവേദം തത്വമസി. അതിൽ ആ സന്യാസി പറഞ്ഞിരിക്കുകയാണ്, ഒരു ദിവസം നമ്മളൊരു 10 പ്രാവശ്യമെങ്കിലും കുമ്പിടണം. ഇനി ഇതിൻ്റെ ശിഷ്യൻ്റെ കാര്യത്തിൽ കുമ്പിടണം, ശിഷ്യൻ ഗുരുവിൻ്റെ കാര്യത്തിൽ കുമ്പിടണം. അതിൽ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പ്രശ്നമാണ് ഇവിടെ.
ഒരങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. ശിഷ്യനെ വന്ന് തൊഴുക, എന്തിനാണത്? അഹങ്കാരം പോവാനാണ്. നീ കുമ്പിടുന്നത് ആ പരമാത്മാവിൻ്റെ സന്നിധിയുള്ള ബോധം നിനക്ക് ആ സമയത്ത് ഉണ്ടാവണം. നീ കുമ്പിടുന്നത് ആ മഹാശക്തിയുടെ പാദത്തിലാണ്, അത് നിനക്കുണ്ടാവണം. അവിടെയാണ് നിൻ്റെ മനസ്സിരിക്കേണ്ടത്. അപ്പോൾ എളിമപ്പെടും, അഹങ്കാരം പോകും. അതാണ് ഓം സർവേദം തത്വമസി, അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത്. ആ മനോഭാവത്തിൽ കുമ്പിട്. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇവിടെ വരുന്ന ക്ലാസ്സിൽ വരുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതിൽ വന്നതല്ല, അതിലെല്ലാം വരുന്നുണ്ട്. പ്രത്യേകമായിട്ട് മറ്റൊന്നുമില്ല. പിന്നെ ബുക്കുകൾ വായിക്കുക. ബുക്കുകളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുമ്പോൾ അവിടെ ശരിക്കും ജ്ഞാനത്തിൻ്റെ പ്രസക്തി അവിടെ വർദ്ധിക്കും. അതിനുള്ള ക്ലാസ് രാജയോഗത്തിൽ തന്നെ വരണമെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഭക്തിമാർഗം. നമ്മുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ നമുക്ക് തമ്പരാണ് തേച്ച് പറയാൻ, അത് നമുക്ക് ഇവിടെ നന്ദൻജി മഹാന്തരോ അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെ ആർക്കൊക്കെ അതിൽ നമ്മളെ സഹായിക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ചെറിയ ചെറിയ പരിഹാരങ്ങൾ ആ ദൈവനാമത്തിൽ ആ കൂട്ടായ്മയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് കാണുന്നു. അപ്പോൾ മുക്തിയുടെ കാര്യങ്ങൾ, ധ്യാനത്തിൻ്റെ കാര്യങ്ങൾ, ആത്മാവിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം അറിയണമെങ്കിൽ അതിന് വേറെ ഒരു ദിവസവും അതിലേക്ക് താല്പര്യമുള്ളവർ അതിനു വേണ്ടി മാത്രമേ വരിക. അവിടെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാം. പിന്നെ ഇന്നിവിടെ നിങ്ങൾക്ക് സിസ്റ്റർ തന്നിട്ടുണ്ടായിരിക്കും പുരുഷാർത്ഥവും മനുഷ്യ ആത്മാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കൊടുത്തിട്ടില്ല, തരുവിടെ. അത് നിങ്ങൾ വായിക്കണം. കാരണം അതിപ്രധാനമാണ്. പുരുഷാർത്ഥവും മനുഷ്യാത്മാവും. എന്താണ് പുരുഷാർത്ഥം? വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. അത് അന്യമല്ല, നമ്മളെ തന്നെയാണ്. നമ്മുടെ ആത്മാവിനെ ചുറ്റുപറ്റി നിൽക്കുന്ന, നമ്മളായിട്ട് എവിടെ നിന്ന് യാത്ര തുടങ്ങിയോ അവിടെ നിന്ന് സംഭരിച്ചു വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് എന്തുകൊണ്ട് എങ്ങനെ അങ്ങനെ സംഭവിച്ചു? അത് ആത്മാവിൻ്റെ തന്നെ ഇച്ഛാശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. കുറേ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അവബോധം നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തരുമ്പോൾ ലേഖനം വ്യക്തമായിട്ട് വായിക്കണം. ഇത് കൊണ്ടുപോയി വെറുതെ കൊണ്ടുവയ്ക്കരുത്. നിങ്ങളിവിടെ കുറേ നാൾ വന്നതാണ്. അത് മനസ്സിരുത്തി പ്രാർത്ഥന, ഈ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ അവിടെ ഇരുന്ന് വായിക്കുക. അപ്പോൾ ഏകാഗ്രത ഉണ്ടാവും. അപ്പോൾ മനസ്സിലാവും. ബാക്കിയൊക്കെ പല സമയങ്ങളിലും മനസ്സിലാകാതെ ഉണ്ടാവില്ല. പല കർമ്മങ്ങളിൽ അമ്മമാരൊക്കെ പല കർമ്മങ്ങളിൽ പെട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ പൊരുൾ പിടികിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ പ്രാർത്ഥനാ സമയവേളയിൽ നമ്മുടെ മനസ്സ് ഈശ്വരബോധത്തിലാവുമ്പോൾ വേദൻ്റെ അർത്ഥം മനസ്സിലാവും. അതേ രീതിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നു, തമ്പുരാനോട് പറയാം, എൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇവിടെ വരുന്ന മക്കൾ നിൻ്റെ മക്കളാണ്. അവർക്ക് മറ്റൊന്നും അറിയില്ല. നീ സദാ എല്ലാവരുടെ ഹൃദയം പരിശോധിച്ചുകൊണ്ടിരിക്കണമെന്നും അറിയാം. ഇവിടെ ഒരു വിശ്വാസത്തിലാണ് വരുന്നത്. കുറേയൊക്കെ അപ്പുറപ്പുറം കാട് കയറിയ രീതിയിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. അതൊന്നും നമ്മളോട് ധരിക്കുന്നില്ല. നമുക്കതൊന്നും പ്രശ്നമല്ല. അവരുടേതായ ശൈലികൾ നടന്നോട്ടെ. മറിച്ച് നിന്റെ സാന്നിധ്യം ഇവിടെ വരുന്ന മക്കളിൽ അവർ വിശ്വാസത്തോടെയാണ് വരുന്നത്. നിഷ്കളങ്കരായവരാണ്. ആധ്യാത്മിക വലിയ വലിയ പഠനങ്ങളും തലത്തിലുള്ളവരൊന്നല്ല വരുന്നത്. ഈ കൊടുത്ത കൊച്ചു ജീവിതത്തിൽ വരുന്ന വളരെ ആ ഭാരം ചുമക്കാൻ പറ്റാതെ മനപ്രയാസമായിട്ട് നടക്കുന്ന മക്കളാണ്. അപ്പം നീ അവിടെ ഇടപെടും. നിനക്ക് അവിടെ ഇടപെടണമെങ്കിൽ ആരുടെയും ഒരു സപ്പോർട്ടൊന്നും വേണ്ടല്ലോ. നിനക്കറിയാം, നീയാണ് ആ ഭാരം തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് നീക്കാനും നിനക്കറിയാം. നീ അങ്ങനെ കണ്ടല്ല, അവിടെ ഒന്നിടപെടും. ഇങ്ങനെ ഒരു നിഷ്കളങ്കമായൊരു പ്രാർത്ഥനയിൽ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും. നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശ്വരനെ തീർച്ചയായിട്ടും നമ്മൾ എത്ര വലിയ പാപിയായാലും നമ്മളിൽ നിന്ന് വന്നുപോയ നമുക്കറിയാതെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് വന്നുപോയ തെറ്റുകളൊക്കെ അവിടത്തേക്ക് കൊടുക്കാൻ കഴിയില്ലേ? പറയൂ.
ഓർക്കാൻ കഴിയും. ഇവരാണ് വിശ്വാസം. തമ്പുരാനെ ഓർക്കണമേ. അവിടുന്ന് അതെല്ലാം ക്ഷമിക്കും. ആ ഒരു വിശ്വാസം പുലർത്തിക്കൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഇവിടെ പറഞ്ഞു തന്ന പോലെയുള്ള പ്രാർത്ഥന സമ്പ്രദായത്തോടെ മുന്നോട്ട് പോകും. അവിടെ വിളിച്ചുണ്ടാവും. നിങ്ങളുടെ പ്രശ്നം തീർച്ചയായിട്ടും ഏതോ ഒരു ശക്തി അത് ഏറ്റെടുക്കുന്നതായിട്ട് മനസ്സിലാവും. അവിടെ നമ്മൾ നന്ദിയുള്ളവരാവണം. കാരണം അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു കൃപയാണ്, ദൈവകൃപയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ജന്മാന്തരങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോളം അനുഭവിച്ച് തീരേണ്ട പല പരിഹാരങ്ങൾ അവിടെ മെല്ലെ 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 നടക്കുന്നത് കാണാൻ നമ്മുടെ കഴിവല്ല കേട്ടോ. ഇവിടെയാണ് ആ ആദൃശ്യമായ ശക്തി, ദൈവം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അത് പ്രമാണങ്ങളൊന്നും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവിടത്തേക്ക് അതിന് ആവശ്യമില്ല. പ്രമാണങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ്. അതൊക്കെ വേറെ സമ്പ്രദായങ്ങളൊക്കെ ഞാൻ പറയണേ. വായിക്കാൻ അറിയാത്ത ഒരാൾ, സ്കൂളിൽ പോകാത്ത ഒരാൾ, അവന് തമ്പുരാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചൂടെ, കൈനീട്ടിക്കൂടെ? അവകാശമില്ലേ? അല്ല, അത് പറ്റില്ല. നീ ഒരു വിവരമില്ലാത്ത ആളാണ്, നീ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ കൈനീട്ടാൻ പറ്റില്ല, നീ പോയി നിൽക്കും എന്ന് ഭഗവാൻ പറയുമോ? ഭഗവാൻ പറയില്ല. അവൻ്റെ രീതി ആദ്യം നിൽക്കും. ഇത് നമുക്ക് മനസ്സിലാക്കണ്ടേ. നമുക്ക് അങ്ങനെ പോയാൽ ഞാൻ പറയാം. നമുക്ക് അങ്ങനെ പോവാം. നമുക്കിനി അങ്ങോട്ട് ഒന്നും പോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ജീവിതം വളരെ അഭിവൃദ്ധിയോടുകൂടി അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിനെ ഭൂമിയിൽ സ്വർഗ്ഗമാക്കി മാറ്റാം. നമ്മുടെ ജീവിതമാണ് സ്വർഗ്ഗമാക്കി തരേണ്ട ഭൂമിയുടെ ജീവിതം. അത് ശാന്തി സമാധാനമുള്ളതാവട്ടെ. അവിടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പല ശക്തികളും പല വേണ്ടാത്തത് പല സംഭവങ്ങളും കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവയ്ക്കൊക്കെ ഒരു മോചനം കൊടുക്ക്. എന്നിട്ട് നമുക്ക് ശുദ്ധാവ്, എന്നിട്ട് സുഖമായി ജീവിക്കുക. ഭാര്യയും കുട്ടികളും എല്ലാവരും ഒക്കെ നമുക്കുള്ള ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുക. അനാവശ്യമായി കെട്ടുകളിൽ വീഴരുത്. അതിനുള്ളതൊക്കെ ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ വന്ന് പോകുന്നവർ തുറന്നൊരു വഴി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൽ പോകുമ്പോൾ എങ്ങനെ മനസ്സിൽ കൺട്രോൾ ചെയ്യണം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന ശരിക്കും ഹൃദയത്തിൽ ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അനാവശ്യമായ ഒരു ഇതിന് കൂട്ടി നിൽക്കില്ല. അതൊക്കെ നമ്മൾ അവിടുന്ന് നമ്മുടെ മനസ്സിനെ പിന്തിരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ കൂടെ വരും. അത് പറഞ്ഞിട്ടുണ്ട്, അത് കൂടെ വരും. അതിനാണ് നിൻ്റെ കെട്ടുകൾ നാളെ പ്രശ്നമായിട്ട് വരുന്നത്. നീ ചെന്ന് മേടിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും മേടിക്കണ്ട, നീ ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ വെളിച്ചം നിൻ്റെ കൂടെ ഉണ്ടാവും. അറിവ് നിൻ്റെ കൂടെ ഉണ്ടാവും. അറിവ് വെളിച്ചത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഭവനത്തിലുണ്ടാവും. അത് നീ പ്രാർത്ഥനയിലൂടെ നീ നിൻ്റെ ഹൃദയത്തിൽ സമാഹരിക്കുക. അവിടത്തേക്ക് കടന്നു വരാനായിട്ട് വലിയ സംഭവം വേണ്ട. നമ്മുടെ കഴിഞ്ഞ ദിവസം ഉദയം വന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേടിയെന്ന് അവിടെ വിളിച്ചു. അവിടെ ദൈവിക ചൈതന്യം വന്നപ്പോൾ പേടിയെന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞു. അത് പറയുന്നതല്ലേ പറഞ്ഞു. അപ്പം ഉള്ളിലങ്ങനെ ഉണ്ടാവും. അപ്പോൾ വേണ്ട, അതും കണ്ണടച്ചിട്ട് അത് ഈശ്വരനെ വിളിച്ചാൽ ചിലപ്പോൾ വിളിച്ചങ്ങോട്ട് പ്രശ്നമായല്ലോ. അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ പറയണം, അവിടത്തോട് പറയണം ചെല്ലുന്നു. ഇതെന്തൊരു പ്രശ്നം? അങ്ങനെ പറഞ്ഞത് പറയട്ടെ, പറയൂ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുള്ളൂ. ഞാൻ ധ്യാനിക്കൊന്നുമില്ല. അങ്ങനെ തനിച്ചിരുന്നപ്പോ ആദ്യം ഭയങ്കര പ്രകാശം എന്ന് വെച്ചാൽ സൂര്യൻ പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഉദിച്ചു വന്നിട്ട് അതിൻ്റെ നടുവിൽ ആദ്യം സ്വാമി ഇങ്ങനെ കൈ നമുക്ക് അനുഗ്രഹം തരുന്ന പോലെ കൈ പിടിച്ചിട്ട് പിന്നീട് ഞാൻ ഇതെന്താണ് പിന്നെയും ഇങ്ങനെ ഇതാക്കി പിന്നെ ഇതെന്തത് ഇങ്ങനെ കാണുന്നത് പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അത് യേശുവായി. അത് ശരിക്കും യേശുവായിട്ട്. അപ്പോൾ എനിക്ക് യേശുവിനൊന്നും വലിയ പിടുത്തല്ല. അത് യേശു വരുന്നേ. അങ്ങനെ പിന്നെ മറച്ചു. അപ്പോൾ പിന്നെ എനിക്ക് കൈ കൊണ്ട് ടാറ്റ തന്നിട്ട് അത് നമ്മുടെ നക്ഷത്രമായിട്ട് ആയ സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്ന് അകന്നകന്നു പോയി ആകാശത്തിൽ ലയിച്ചു.
പിന്നെ ഇത് വേദിയായിട്ട് ഞാൻ നിന്നിട്ടില്ല. ഇതാണ് പറയുന്നത്. കണ്ടാ? ശരി, ഞാനിത് പറയണ എന്നുവെച്ചാൽ ദൈവം നമുക്കിവിടെ ഒരുപാട് രൂപങ്ങളുണ്ട്. നമുക്ക് പല രീതിയിലുള്ള രൂപങ്ങൾ ഉണ്ട്. അപ്പോൾ വെളിച്ചമാണ് ഈശ്വരൻ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, ജ്യോതിയാണ്. അപ്പോൾ നമ്മ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിപാവനമായ അവസ്ഥയിലല്ലേ വരണ്ടേ. അപ്പോൾ നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ സ്വീകരിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ദിവസം പോകുമ്പോൾ അവിടെ പരിവർത്തനം വരും. ആ പരിവർത്തനത്തിൻ്റെ മുകളിലാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ പാട്ടൊക്കെ പഠിച്ചിട്ടാണ്. നല്ല രീതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സത്സംഗം പാടാനില്ല. അപ്പോൾ പരിവർത്തനം വരികയാണ്. ഈ പരിവർത്തനം നമ്മുടെ ഉള്ളിലല്ല വരണ്ടേ, പുറത്തല്ല. നമ്മുടെ ഉള്ളിൽ പരിവർത്തനം വരുമ്പോൾ മൊത്തത്തിൽ പരിവർത്തനം വരും. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രവർത്തന രീതി, എല്ലാത്തിലും പ്രവർത്തനം വരും. ഇവിടെ ഈ പരിവർത്തനമാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നേരത്തെ കാര്യം സാധ്യത അവസാനിക്കല്ല. ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഈ വെളിച്ചം തന്നെ നമ്മുടെ മുന്നിൽ ബോധമായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് അതിലും ചെന്ന് പെടാതെയുള്ള ഒരു ജീവിത മാർഗം, പുതിയ ഒരു ജീവിത വെളിച്ചം നമുക്ക് വിഭാവനം ചെയ്യും. അതുണ്ടാക്കി കൊടുക്കണം ഭഗവാനെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതുപോലെ ഇവിടെ പലവർക്കും പല രീതിയിൽ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ആ രീതിയിലാണ്. എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, എന്നാൽ ഒരുപാട് ബുക്കുകളും പ്രമാണം വായിക്കുന്നതാണ്. അതുകൊണ്ടല്ല, ഇവിടെ പ്രാക്ടിക്കൽ, ഇവിടെ ബോധ്യപ്പെടണം, അനുഭവം ഉണ്ട്. ആത്മാവുണ്ടെങ്കിൽ അത് ആത്മാവ് ആണെന്ന് ബോധ്യപ്പെടണം. അതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ അരിയത്ത് വന്നിരിക്കുമ്പോൾ